കൊല്ലം കുളത്തൂപ്പുഴയിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. ആദിവാസി ഉന്നതിയിൽ ഉൾപ്പെടെ 100-ലേറെ കുടുംബങ്ങൾ 4 മാസത്തിലേറെയായി ശുദ്ധജലം കിട്ടാതെ ദുരിതത്തിലാണ്. ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായുള്ള കുടിവെള്ള വിതരണം നിലച്ചതോടെ കുട്ടികളും കിടപ്പ് രോഗികളും ഉൾപ്പെടെയുള്ളവർ കടുത്ത പ്രതിസന്ധിയിലാണ്. 45 ദിവസമായി ഞങ്ങൾക്കൂടെ വെള്ളം കിട്ടിയിട്ടില്ല. എല്ലാ കിണറുകളും വറ്റി വരുന്ന അവസ്ഥയാണ്. വെള്ളമില്ലാത്ത കാരണം താഴെ കുഴി പോയാണ് കൊണ്ടുവരുന്നത് വെള്ളം വരെ. ഇവിടെ പല വീട്ടുകാരും ഉറങ്ങാതെ പോലും ഇവിടെ കാവലിരുന്ന് പൈപ്പുകളും തുറന്നിട്ട് കുഞ്ഞിനെ പോലും കുളിപ്പിക്കാനുള്ള വെള്ളം പോലും ഇവിടെ കിട്ടുന്നില്ല. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 50 ഏക്കർ വില്ലുമല ആദിവാസി മേഖലകളിൽ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ ഇതാണ് ഇന്നത്തെ അവസ്ഥ. കേരള വാട്ടർ അതോറിറ്റിയുടെ ജലജീവൻ പദ്ധതി പ്രകാരമുള്ള കുടിവെള്ളമാണ് പ്രദേശത്തെത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ 4 മാസമായി വെള്ളം ലഭ്യമല്ല. പരാതി അറിയിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. വാട്ടർ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പറുകളിലും ആരും പ്രതികരിക്കാറില്ലെന്നാണ് ആരോപണം. ഞാൻ ഉദ്യോഗസ്ഥരെ വിളിച്ച് പല തവണകളായി ബന്ധപ്പെട്ടിട്ടും അവർ ചില സമയങ്ങളിൽ ഫോൺ എടുക്കുന്നില്ല. ചില സമയങ്ങളിൽ ഫോൺ എടുക്കും. നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് ലീക്ക് ഉണ്ടായിരുന്നു, ലീക്ക് നമ്മൾ അടച്ചിട്ടുണ്ട്, പിന്നെ വെള്ളം വിട്ടിട്ടുണ്ട്, പിന്നെ ഇങ്ങോട്ട് വെള്ളം കിട്ടാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അവരൊന്ന് നോക്കാം എന്നൊക്കെയാണ് പറയും. ഈ പ്രദേശത്താണ് വില്ലുമല ട്രൈബൽ LP സ്കൂളും അംഗൻവാടിയും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. കുടിവെള്ളമില്ലാത്തത് കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും പഠനത്തെയും ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. ഇന്നലെ അവരിവിടെ സാറന്മാർ വന്ന് നോക്കിയതാണ്. അപ്പോഴും ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ട് പോയി, ഞങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾക്ക് വെള്ളം ഉറപ്പായിട്ട് തരും എന്ന്. ഒത്തിരി പ്രാവശ്യമായിട്ട് കിടന്ന് വിളിക്കുവാണ്. അവർ ഫോൺ ചെയ്യുന്ന അവർ വരും, ഇപ്പോൾ വരാം പിന്നെ വരാം എന്ന് പറഞ്ഞ് നിൽക്കുന്നതല്ലാതെ അവർ വെള്ളം പിടിക്കുന്നേ ഇല്ല. പിന്നെ എന്തായാലും പ്രതിവിധിയാണ് നടത്തുന്നത്. വെള്ളം കിട്ടാക്കനിയായതോടെ തൊട്ടടുത്തുള്ള സുരക്ഷിതമല്ലാത്തൊരു ചെറിയ ജലാശയത്തെയാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത്. ഇതുകൂടി പറ്റിയാൽ നിലവിലെ ദുരിതം അനുഭവിക്കുന്ന 100ഓളം കുടുംബങ്ങളുടെ സ്ഥിതി ദയനീയമാകും. അതേസമയം ഈ നില തുടർന്ന തിരുവനന്തപുരം തെങ്കാശി അന്തർ സംസ്ഥാന പാതയടക്കം ഉപരോധിച്ച് പ്രതിഷേധിക്കാനാണ് ജനങ്ങളുടെ തീരുമാനം. റിപ്പോർട്ടർ, കൊല്ലം.